സുരേഷ് എന്നൊക്കെ ആയിരിക്കും. ഇത്തവണ തങ്കപ്പ ചേട്ടൻ ഒരു ബ്രോക്കറാണ്, ഒരു ലാൻഡ് ബ്രോക്കറാണ്. തങ്കപ്പ ചേട്ടൻ ഈ സുഹൃത്തുക്കളെ കണ്ടു, കുശലങ്ങൾ ചോദിച്ചു, ഇവർ വിശേഷങ്ങൾ പറഞ്ഞു, ബാങ്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. അദ്ദേഹം അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പ്രപ്പോസൽ ഇവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ ഒരു ഗ്രാമമാണ്, ഒരിടത്തരം ഗ്രാമം. അവിടെ ഒരു ചെറിയ കോംപ്ലക്സ് കൊടുക്കാനുണ്ട്. 50 ലക്ഷം രൂപയാണ് ആ കോംപ്ലക്സിന് അത് ചോദിക്കുന്ന വില. അതിൽ ധാരാളം കടമുറികളുണ്ട്. നല്ലൊരു തുക വാടക ഇനത്തിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആ കടമുറി വാങ്ങാൻ ഒരു പ്രപ്പോസൽ വെച്ചു. പക്ഷേ അതിലൊരാൾ വീട് വെക്കാനുള്ള അതിയായ ആഗ്രഹത്തോട് നാട്ടിൽ വന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനില്ല, ഞാൻ വീട് വെക്കാൻ പോവാണ്. എന്നാൽ മറ്റേ സുഹൃത്തിന് പെട്ടെന്ന് എന്തോ ഒരാശയം തോന്നി. അദ്ദേഹത്തിനോടൊപ്പം പോയിട്ട് ഈ കോംപ്ലക്സ് കണ്ടു, ഇഷ്ടപ്പെട്ടു. നല്ല വാടക കിട്ടുന്നുണ്ട്, നല്ല റോഡ് സൈഡിലാണ്, റോഡിൻ്റെ ഡെവലപ്പ് വരുന്നു. അപ്പോൾ നല്ലൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇദ്ദേഹം അതിന് വാക്ക് കൊടുത്തു. രണ്ടുപേരും ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തു. ഒരാൾ കോംപ്ലക്സ് വാങ്ങിയിട്ടു, മറ്റേയാൾ വീട് വെപ്പ് ആരംഭിച്ചു. രണ്ടുപേരും തിരിച്ചു പോയി. ഗൾഫിലെത്തിയിട്ട് രണ്ടുപേരും പണിയെടുക്കുകയാണ്. അതിൽ വീട് വെച്ചയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ വീട് എല്ലാ മാസവും കൈനീട്ടും. ഇതിൻ്റെ ലോൺ അടയ്ക്കാനായിട്ട് ഇദ്ദേഹം ഗൾഫിൽ കിടന്ന് പണിയെടുക്കുന്നതിൻ്റെ മേജർ എമൗണ്ട് ഈ വീടിൻ്റെ ലോണിലേക്ക് അടക്കണം. എന്നാൽ രണ്ടാമത്തെ ആളെ സംബന്ധിച്ച് അദ്ദേഹം വാങ്ങിയിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അദ്ദേഹത്തിൻ്റെ ലോൺ അടയ്ക്കാൻ തുടങ്ങി. നോക്കൂ, അസറ്റ് ലയബിലിറ്റി.